നമസ്കാരം. പുതിയ പ്രതീക്ഷകളുമായി ലോകം പുതുവർഷത്തിലേക്ക് ചുവടുവെക്കുകയാണ്. കോവിഡ് ഏൽപ്പിച്ച പ്രഹരത്തിൽ നിന്നും നമ്മുടെ രാജ്യം ഉൾപ്പെടെ നടുനിവർത്തിയ വർഷമായിരുന്നു 2023. അധികാര തലപ്പത്തും രാഷ്ട്രീയത്തിലും സമ്പദ് വ്യവസ്ഥയിലും അങ്ങനെ സകല രംഗത്തും രാജ്യത്ത് മാറ്റങ്ങളുണ്ടായി. കോവിഡിനെ മെരുക്കിയതും മനുഷ്യരാശി തന്നെയായിരുന്നു. അങ്ങനെ ലോകം ഒന്നടങ്കമുള്ള മനുഷ്യർ 2023 അതിജീവനം എന്ന് തന്നെയാവും അടയാളപ്പെടുത്തുക. പക്ഷെ മനുഷ്യന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ചിലതുണ്ട്. തോൽവി സമ്മതിച്ച് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഇടങ്ങളുണ്ട്. അതെ, മനുഷ്യരാശിയെ മുട്ടുകുത്തിച്ചിട്ടുള്ളത് പ്രകൃതി മാത്രമാണ്. അവിടെ പണമോ അധികാരമോ രാഷ്ട്രീയമോ നിലപാടുകളോ വിശ്വാസങ്ങളോ ഘടകമേ അല്ല. ഇന്ത്യയെ സംബന്ധിച്ച് 2023 പ്രകൃതി ദുരന്തങ്ങളുടേത് കൂടിയാണ്. നാം ജീവിക്കുന്ന ഭൂമി കടന്നു പോകുന്നത് തീവ്ര പ്രതിസന്ധികളുടെ കാലത്തിലൂടെ എന്നത് പ്രകൃതി ഇന്ത്യയെയും ഓർമ്മിപ്പിച്ച വർഷം. പുതുവർഷം പിറന്നപ്പോൾ ജോഷിമഠാണ് ഇന്ത്യയെ സമ്മർദ്ദത്തിന്റെ കൊടുമുടി കയറ്റിയത്. സുന്ദരമായ ഹിമാലയൻ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം ഭയാനകമായ രീതിയിൽ ഇടിഞ്ഞു താണു പോകുന്നതിന്റെ വാർത്തകൾ രാജ്യത്തെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തിയത്. 1000-ഓളം കെട്ടിടങ്ങളിൽ വലുതും ചെറുതുമായ വിള്ളലുകൾ രൂപപ്പെട്ടിരുന്നു. അവയിൽ പലതും നിരവധി വീടുകൾ ഉൾപ്പെടെ ഉപയോഗശൂന്യമായ രീതിയിൽ വിണ്ടുകീറിയിരുന്നു. ഇടിഞ്ഞു താഴ്ന്ന റോഡുകളുടെയും കൃഷിസ്ഥലങ്ങളുടെയും അങ്ങേയറ്റം ആശങ്കാജനകമായ ദൃശ്യങ്ങൾ, ജനങ്ങളെ കൂട്ടമായി മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ തീവ്ര ശ്രമങ്ങൾ. എന്താണ് ജോഷിമഠിൽ സംഭവിച്ചത്? ഭൂമി താഴ്ന്ന് ഇരുന്നു പോകുന്ന സബ്സിഡൻസ് എന്ന പ്രതിഭാസമാണ് ഇപ്പോൾ ജോഷിമഠിൽ സംഭവിക്കുന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമോ മനുഷ്യനിർമ്മിതമോ ആയ വിവിധ കാരണങ്ങൾ കൊണ്ട് ഒരു പ്രദേശത്തെ ഭൂമി അഥവാ നിലം താഴ്ന്നു പോകുന്നതിനെയാണ് സബ്സിഡൻസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും ഭൂമിക്കടിയിലെ ഏതെങ്കിലും വസ്തുവിന്റെ സ്ഥാന നീക്കം കാരണമാണ് സബ്സിഡൻസ് ഉണ്ടാകാറുള്ളത്. ഭൂഗർഭജലം വലിയ അളവിൽ നീക്കം ചെയ്യുന്നത് സബ്സിഡൻസിന്റെ ഏറ്റവും സാധാരണമായി കാണുന്ന ഒരു കാരണമാണ്. ഭൗമ ഉപരിതലത്തിലെ പാറയെയും അതിന്റെ മുകളിലെ മണ്ണിനെയും എല്ലാം സന്തുലിത അവസ്ഥയിൽ പിടിച്ചു നിർത്തുന്നതിൽ ജലത്തിന് വലിയ പങ്കുണ്ട്. എന്നാൽ ഭൂഗർഭജലം വലിയ തോതിൽ നീക്കം ചെയ്യുമ്പോൾ ഈ തുലനാവസ്ഥ തകരുകയും നിലം ഇരുന്നു പോവുകയും ചെയ്യുന്നു. എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയവ വലിയ അളവിൽ പ്രദേശത്തെ ഭൂമിക്കടിയിൽ നിന്നും നീക്കം ചെയ്യുമ്പോഴും സബ്സിഡൻസ് സംഭവിക്കാറുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുൻപും രാജ്യം ദീർഘകാലം ശ്വാസമടക്കി നിന്ന് ദിനരാത്രങ്ങൾ കടന്നുപോയിരുന്നു. നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന 41 തൊഴിലാളികൾ മണ്ണിടിച്ചിൽ കാരണം സിൽക്കാര തുരങ്കത്തിൽ കുടുങ്ങിയെന്ന വാർത്ത രാജ്യം ഞെട്ടലോടെ തന്നെയാണ് കേട്ടത്. 17 ദിവസങ്ങൾ നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലാണ് തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നത്. 2023 നവംബർ 12-നാണ് തൊഴിലാളികൾ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങുന്നത്. വെള്ളവും ഭക്ഷണവും പൈപ്പ് വഴിയാണ് തുരങ്കത്തിനുള്ളിലേക്ക് എത്തിച്ചിരുന്നത്. 17 ദിവസങ്ങൾ അവർ തുരങ്കത്തിനുള്ളിൽ കഴിച്ചുകൂട്ടിയെങ്കിലും കൃത്യമായി പുറത്തുള്ള രക്ഷാപ്രവർത്തകരുമായും കുടുംബാംഗങ്ങളുമായും ആശയവിനിമയം നടത്താൻ സാധിച്ചിരുന്നു എന്നതും രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ കൈവരിച്ച നിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. 17 ദിവസം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനം പലതവണ പകുതിയിൽ നിന്നുപോയിരുന്നു. ഏറ്റവും ഒടുവിൽ സമാന്തരമായി തുരക്കാൻ ഉപയോഗിച്ചിരുന്ന യന്ത്രം തകരാറിലായതിനെ തുടർന്ന് തൊഴിലാളികൾ യന്ത്രസഹായമില്ലാതെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയിരുന്നു. ഭാരതത്തിന്റെ ഹൃദയം താൽക്കാലികമായെങ്കിലും സ്തംഭിച്ചു പോയ നിരവധി അവസരങ്ങൾ വീണ്ടും ഉണ്ടായി. പ്രത്യേകിച്ചും ഭീകരവാദ ആക്രമണങ്ങൾ ഉൾപ്പെടെ നിരവധി സൈനികർ വീരമൃത്യു വരിച്ച് അപ്പോഴും രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിച്ചു. ഗാസയിൽ ഉൾപ്പെടെ ഇന്ത്യ എത്തിച്ച സഹായത്തെ ലോകം മുഴുവൻ വാഴ്ത്തി. ശ്രീലങ്കയും ഭൂട്ടാനെയും നേപ്പാളിനെയും ചേർത്ത് പിടിച്ചപ്പോൾ മാലി തിരിഞ്ഞുകൊത്തിയ വർഷം. വിപ്ലവാത്മകമായ ബില്ലുകൾ പാസാക്കി ഇന്ത്യയെ അടിമുടി നവീകരിച്ച വർഷം. കാനഡയുമായുള്ള ബന്ധം വഷളായപ്പോൾ US-ഉം ഇറ്റലിയും ഫ്രാൻസും ഇറാനും സൗദിയും ഒക്കെ ഇന്ത്യയെ ചേർത്ത് പിടിച്ച വർഷം. G20-യിലൂടെ ഇന്ത്യ ആ പഴയ ദരിദ്ര ഇന്ത്യയല്ലെന്ന് തെളിയിച്ച വർഷം. വ്യക്തി അധിക്ഷേപങ്ങൾ ഉൾപ്പെടെ ഇവിടെയുള്ള രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും നേരിടേണ്ടി വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇനിയും അമരത്ത് വരണമെന്ന് ലോകരാജ്യങ്ങളും രാജ്യത്തെ ജനങ്ങളും ഉറപ്പിച്ചു പറഞ്ഞ വർഷം.